എൻട്രൻസ് എക്സാം മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ പ്രവേശന പരീക്ഷകളിൽ ഒന്നായ CUET PG എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനെ കൂടെ തന്നെ ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്ക്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് നമുക്ക് CUET PG വഴി അഡ്മിഷൻ നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എൻ്റെ കയ്യിലൊരു പ്രസന്റേഷൻ ഉണ്ട്, ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രസന്റേഷൻ ത്രൂ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും തരത്തിൽ ഇപ്പം സ്ലൈഡ് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഹയർ സ്റ്റഡീസ് ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നാണ് ഞാൻ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം CUET സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പൊതുവെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ എൻട്രൻസ് എക്സാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രം ഉള്ളതല്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോൾ CUET സെൻട്രൽ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ്. പക്ഷെ അപ്പുറത്തേക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഏതാണ്ട് ഒരു 150ഓളം സ്ഥാപനങ്ങളാണ് CUET പരീക്ഷ വഴി കുട്ടികളെ അവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിലേക്കും എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പല കുട്ടികൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് പലതരത്തിൽ നാട്ടിൽ പലതരത്തിലുള്ള കോളേജുകളുണ്ട്, PG പഠിപ്പിക്കുന്നുണ്ട്. മിക്കവാറും ഒരുവിധം കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഒരു MCOM MCOM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ എടുക്കുന്നതിന് പകരം ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ഒരു ആവശ്യം എന്താണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യം എന്താണ്? ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, സിലബസ് കണ്ടിട്ട് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് പഠിക്കുന്ന വിഷയങ്ങളെല്ലാം ഒന്നല്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഇനിയുള്ള എൻ്റെ ഒരു പ്രസന്റേഷനിൽ നമുക്ക് ആ ഒരു കാര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാൻ തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ പ്രസന്റേഷൻ്റെ ഒരു ആദ്യ ഭാഗത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണങ്ങൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അത് നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാവുന്ന ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം. അതുമായിട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എൻ്റെ പേര് ഷബാബ് കാരുണ്യം. ഞാൻ തമിഴ്നാട്ടിലെ തൃച്ചിയിലുള്ള ജമാൽ മുഹമ്മദ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ അതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇന്ത്യൻ്റെ പുറത്ത് ഇപ്പം CUET വഴി പ്രവേശനം നൽകുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ്. ഒന്ന് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് കാസർഗോഡുള്ള. അതിനപ്പുറത്തേക്ക് ഒരുപാട് സ്ഥാപനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിന് പുറത്ത് പോയി പഠിക്കേണ്ട ഒരു ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് Q&A സെഷൻ ഉണ്ടല്ലോ, സോ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. സോ ഏറ്റവും നല്ല പഠിക്കുന്നത് ഏത് വിഷയം എന്നുള്ളതിനേക്കാൾ അപ്പുറം ആ പഠിക്കുന്ന വിഷയം ഏറ്റവും നല്ല വിഷയമായിരിക്കാനും ആ വിഷയത്തെ ഏറ്റവും അതിന്റെ ക്വാളിറ്റിയോട് കൂടിയിട്ട് ആ ക്വാളിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ആ കോഴ്സ് പഠിപ്പിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു MSc മാത്തമെറ്റിക്സ് എന്നുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സ് രാജ്യത്തെ ഏറ്റവും നല്ല സ്ഥാപനം എവിടെയാണ്, ആ സ്ഥാപനം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റണം. ആ സ്ഥാപനം കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു കരിയർ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. സോ ആ രൂപത്തിലാണ് നമ്മളൊരു CUET-യെ നമ്മൾ നോക്കിക്കാണേണ്ടത്. CUET-ന്റെ അകത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത്, CUET-ന്റെ അകത്ത് പോലും ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല, ഒരുപക്ഷെ ഏഷ്യയിലോ അല്ലെങ്കിൽ വേൾഡ് തലത്തിൽ തന്നെ ചിലപ്പം ചില വിഷയങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന ചില നല്ല സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CUET പരീക്ഷ വഴി തന്നെ
അത്ര തന്നെ നിലവാരത്തിലേക്ക് എത്താത്ത സ്ഥാപനങ്ങളും അഡ്മിഷൻ നൽകുന്നുണ്ട്. അപ്പോൾ CUET എഴുതി കഴിഞ്ഞാൽ നമുക്കെല്ലാം ആയി എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മൾ CUET എഴുതി കഴിഞ്ഞിട്ടും നമ്മൾ വളരെ നല്ലൊരു ഫിൽട്ടറിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഓരോ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ പോയേ തീരുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ട ഒരു ആവശ്യം എന്നുള്ളത്. നാഷണൽ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത ഇതൊക്കെയാണെന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ റിനൗണ്ട് ഫോർ ദർ അക്കാദമിക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഡെവലപ്മെന്റ്. പൊതുവെ നമ്മുടെ നാട്ടില് നമ്മളിപ്പോ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എയ്ഡഡ് കോളേജിലൊക്കെ പഠിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ഒരു പേര് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ JNUവിലാണ് പഠിച്ചു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചു വരുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു പേര് പൊതുവെ എന്തുകൊണ്ടാണ് ആ ഒരു പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആണ്. നാഷണൽ ലെവലിൽ നമ്മൾ ഒരു JNU ഒരു 3 അക്ഷരം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടുന്ന് വരുന്നു വേറെ ആരും ചോദിക്കൂല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 3 അക്ഷരങ്ങൾ കൊണ്ട് തന്നെ വളരെ റെപ്യൂട്ടഡ് ആണ് ആ ഒരു സ്ഥാപനം. HCU 3 അക്ഷരം മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് രാജ്യത്ത് എവിടെയും ഏത് അക്കാദമിക് ഫീൽഡിൽ നമ്മൾക്ക് പോയി ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് HCU എവിടെയാണ്, JNU എവിടെയാണ്, IFLU എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല. അപ്പൊ പറയുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ PG പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ തന്നെ PhD കോഴ്സും കഴിഞ്ഞിട്ടുള്ളത് ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അഫോർഡബിൾ എക്സലൻസ് എന്നുള്ള ഒരു ടേം കാണാം. പൊതുവെ നമ്മളുടെ ഒരു ധാരണ ഉണ്ട്, ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു അക്കാദമിക് ഫീൽഡിൽ വളരെ എക്സൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥാപനങ്ങൾ പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയൊരു രസമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചീപ്പായിട്ട് നമുക്ക് ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യതയും ചെലവുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അതിനെ പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി. നമ്മൾ ഇപ്പൊ ഒരാൾ ഒരു സ്ഥലത്ത് പഠിക്കുന്നതിലപ്പുറം നമ്മൾ എന്താ ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂടെ പഠിക്കുന്നതോട് കൂടിയിട്ട് അവരുമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. നമ്മുടെ ഒരു അക്കാദമിക്സിന്റെ അകത്ത് അവരുടെ ഒരു പങ്കാളിത്തം കൂടി ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, പല സ്റ്റേറ്റുകളിൽ നിന്നുണ്ടാവും, ഒരു പക്ഷേ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ അനുഭവങ്ങള് അവരുടെ നാട്ടിൽ നിന്നുള്ള എന്തൊക്കെയാണ് ഒരുപാട് സാധ്യതകൾ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരത്തോട് നമുക്ക് അറിയാൻ പറ്റും. കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക്, വൈഡർ ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ്. സാധാരണയായിട്ട് നമ്മൾ നാട്ടിൽ സാധാരണ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം അവസരങ്ങളെ കുറിച്ച് ആ ഒരു കുട്ടിക്ക് ഒരു പക്ഷേ ധാരണ ഉണ്ടാവണമെന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ ഒരുപാട് പുറത്തുള്ള ഇതിനേക്കാൾ നമ്മളിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ മെച്ചത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതോട് കൂടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അവസരങ്ങളെ കുറിച്ച് നമുക്ക് ഈ നിലവിലുള്ള നമ്മുടെ ഒരു കാലിബറിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു സ്കില്ല് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളെ കുറിച്ചും നല്ല മേഖലകളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ച് ആൻഡ് റിസോഴ്സസ് നമുക്ക് ഒരു മേഖലയിൽ, ഞാനിപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ഒരു ബോട്ടണി, സുവോളജി പോലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അതിനുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യം പഠിക്കാനുള്ള ഇപ്പോഴത്തുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ നമുക്ക് എങ്ങനെ വികസിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒറ്റ ഉദാഹരണം വേണ്ടി പറയാണ്, ഞാനിപ്പോൾ ഇഫ്ലൂല് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ, ഇപ്പൊ പ്രത്യേകിച്ച് റിസർച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് അവർ തരുന്നു, നമ്മൾ അത് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു എന്നുള്ള കാര്യങ്ങളല്ല. അതിനപ്പുറത്തേക്ക് നമ്മളൊരു പുതിയൊരു ഏരിയ
കാണുകയാണ്. ഉദാഹരണത്തിന് എനിക്ക് നാട്ടിലുള്ള ഒരു കേരളത്തിലുള്ള നാടൻ കലകളെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായതോടുകൂടി തന്നെ നമുക്ക് ആ തരത്തിൽ നമ്മളതായിട്ടുള്ള റിസർച്ച് ഏരിയ നമുക്ക് ഉണ്ടാക്കാനും അത് വഴി കൂടുതൽ നമുക്ക് റിസർച്ച് ചെയ്യാനും അതിനെ നമ്മൾക്ക് ഒരു നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോ ഉള്ള ഒരു സദസ്സിലേക്ക് നമുക്ക് പോയി അവതരിപ്പിക്കാനും നമ്മുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ മുന്നിൽ പോയി പ്രസന്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇത്തരത്തിലുള്ളൊരു ഒരു കാര്യങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, നമുക്ക് വളർച്ച, പൊതുവെ മൊത്തത്തിലുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാവും. പൊതുവെ നമ്മൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് പുറത്തു പോയി പഠിച്ചു വരുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പൊതുവെ അയാൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിൽ നമുക്കത് മനസ്സിലാവും, ഇയാളൊന്ന് പുറത്ത് പോയി പഠിച്ചു വന്ന ഒരാളാണ്. അല്ലെങ്കിൽ അയാൾ കാണുന്ന ഒരു വേൾഡ് വ്യൂ അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ആള് കുറച്ചും കൂടി വളർച്ച ഉള്ള ഒരാളാണ്. ഇത്തരത്തിൽ ഒരാളെ സമീപിക്കുന്ന സമയത്ത്, ഒരാളോട് പെരുമാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഒരു നാട്ടിൽ നിന്നുള്ള ഒരാളെ കാണുന്ന സമയത്ത് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള മറ്റെങ്ങോട്ടും പോവാത്ത, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ മതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റുമായിട്ട് ഇരിക്കുന്ന ആളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത്, ആ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു, കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു 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 മൈൻഡ് സെറ്റ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന മെച്ചങ്ങൾ. പക്ഷേ ഇത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അതായത് CUET എൻട്രൻസ് എക്സാം അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ, CUET എൻട്രൻസ് എക്സാമിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അഡ്മിഷൻ ലഭിക്കുക ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കും പൊതുവെ. അപ്പോ വേറൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവാം, ഇത്ര വലിയൊരു മികച്ച കുട്ടികളോ തന്നെയാണോ നമ്മൾ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വലിയൊരു കാലിബറും വലിയൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ തന്നെയാണോ എന്നുള്ളൊരു സംശയം ചിലപ്പോ സോറി കുറച്ച് രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് തന്നെയോ ഉണ്ടാവും, ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിന്റെ ഉള്ളിലുള്ള, നമ്മുടെ വീട്ടിലെ, നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ തന്നെ പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടണം. അത് കാരണം എങ്ങനെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി അതിന് വേണം. അത് വെറുതെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം സ്കില്ലുള്ള ആളാണെങ്കിൽ, നല്ല ഒരു അറിവുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ചിലപ്പം പാസ്സാവണമെന്നില്ല. പക്ഷെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിദൂരമല്ല ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള ഒരു JNUയിലേക്കാണെങ്കിലോ, വേറെ HCUയിലേക്കാണെങ്കിലോ, IFRUയിലേക്കാണെങ്കിലോ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിലും, വേറെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു അഡ്മിഷൻ നമുക്ക് അസാധ്യമൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് തോന്നുന്നു. ഫെസിലിറ്റീസ് ആൻഡ് എക്സ്പോഷർ ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സസ് ടു അഡ്വാൻസ്ഡ് ലബോറട്ടറീസ് ആൻഡ് വെൽ സ്റ്റോക്ക് ലൈബ്രറീസ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് അൺപാരലൽഡ് റിസോഴ്സ് ഫോർ റിസർച്ച് ആൻഡ് ലേണിംഗ്. പൊതുവെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു നാല് ചുമരിൻ്റെ ഉള്ളിലുള്ള ഒരു വിദ്യാഭ്യാസത്തിനേക്കാൾ അപ്പുറം അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യമായിട്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് നമുക്ക് പറയാനും പറ്റുന്ന രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പലതരത്തിലും ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ, എല്ലാ യൂണിവേഴ്സിറ്റികളൊന്നും ഇല്ല, എന്നാൽ പോലും പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോഴും അറ്റൻഡൻസ് പോലും ക്ലാസ് റൂമിലുള്ള അറ്റൻഡൻസ് നിർബന്ധമില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ലൈബ്രറിയിൽ അറ്റൻഡൻസ് നിർബന്ധമുള്ള, ഇത്ര അവർ നമ്മൾ കയറിയിരിക്കണം നിർബന്ധമുള്ള യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ലൈബ്രറി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത്, നമ്മളിപ്പോൾ JNU ലൈബ്രറിനെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം 9 നിലയുള്ള ഒരു ലൈബ്രറിയാണ്. ഈ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികൾ ഒന്ന് JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹിയിലുള്ള യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറിയാണ്. മറ്റൊന്നുള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി. ഏഷ്യയിൽ ഏറ്റവും വലിയ, ഏറ്റവും പുസ്തക ശേഖരമുള്ള ലൈബ്രറി എന്നൊക്കെ പറയുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയാണ്. അപ്പോൾ ഒരു സ്ഥാപനം ഒരു ലൈബ്രറിക്ക് വേണ്ടി തന്നെ ഇത്ര ഏരിയ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ഇത്ര ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതിനർത്ഥം തന്നെ അത്രമാത്രം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, അത്രമാത്രം ക്വാളിറ്റി എഡ്യൂക്കേഷനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഗ്ലോബൽ എക്സ്പോഷർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, ഇന്റർനാഷണൽ കൊളാബറേഷൻസ്, ബ്രോഡൻ ഹൊറൈസൺസ്, ഈ തരത്തിലുള്ള
മൊത്തത്തിൽ നമുക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ, നമുക്ക് പുറത്തുള്ള ആളുകളുമായിട്ട് സംവദിക്കാനും പുറത്തുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. ഉദാഹരണത്തിന് ഫ്രം മൈ എക്സ്പീരിയൻസ് എനിക്ക് കുറച്ചും കൂടി ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എനിക്ക് കാണാനും സംവദിക്കാനും പറ്റിയിട്ടുണ്ട്. അതായത് ഐ മീൻ പുറത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ പുറത്തല്ല, നമ്മുടെ ഇന്ത്യയുടെ പുറത്തുനിന്ന് തന്നെ ശരിക്കും നമുക്ക് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും കാര്യങ്ങളൊക്കെ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. സോ മോസ്റ്റ് റെപ്യൂട്ടഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇവിടെ ഞാൻ ആകെ ഒരു 4-5 സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ പേര് മാത്രമേ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ 50ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ 50ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഏതാണ്ട് ഒരു 10, 12, 15ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യന്റെ മാപ്പ്, നിങ്ങൾ വലത്ത് ഭാഗത്തുള്ള സ്ലൈഡ് നോക്കുന്നതിന് പകരം ഈ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ എല്ലാ സ്റ്റേറ്റുകളും ഒരുവിധം സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഉണ്ട്. ഓരോ സ്റ്റേറ്റിലും അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. കേരളത്തിൽ എവിടെയാണെന്നുള്ളത് നോക്കൂ. കാസർഗോഡ് ഭാഗത്ത് നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കാണാം, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി. തമിഴ്നാട്ടിൽ വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, തിരുവാരൂർ, തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി. കർണാടകയില് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഉള്ളിൽ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്. ഹൈദരാബാദിൽ HCU, മാനു, ഇഫ്ലു തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. കൂടാതെ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ജാമിയ മിലിയ ഇസ്ലാമിയ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ. UPയിലേക്ക് പോകുമ്പോൾ ബനാറസ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് കാണാം. വെസ്റ്റ് ബംഗാളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അവിടെ വിശ്വഭാരതി, ടാഗോറിന്റെ ഒക്കെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മാത്രമായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ രസം, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലാതെയുള്ള ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ. അപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിലുള്ള സ്ഥാപനം. മുംബൈയിൽ മെയിൻ ക്യാമ്പസും ഹൈദരാബാദ്, തുൾജാപൂർ, അതുപോലെ തന്നെ അസമിൽ ഗുവാഹട്ടി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് ഓഫ് ക്യാമ്പസുകളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കുറച്ചും കൂടിയും ഈ ഒരു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ JNU, ഇഫ്ലു, HCU, DU ഒക്കെ ആകുമ്പോൾ മിക്കവാറും അവിടത്തേക്കുള്ള കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ CUET വഴി തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ വേറെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില കോഴ്സുകൾ ഉണ്ടാവും. ഇപ്പൊ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ ജാമിയ കൊടുക്കുന്ന എല്ലാ കോഴ്സുകളിലേക്കും CUET വഴിയല്ല പ്രവേശനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ചില കോഴ്സുകളിൽ അങ്ങനെ എക്സെപ്ഷൻ ഉണ്ടാവും. ചില യൂണിവേഴ്സിറ്റികളാണ്, ചിലപ്പോൾ AMU, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് ഞാൻ കണ്ട പ്രകാരം എല്ലാ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ CUET വഴിയല്ല. ചിലത് അവർ നടത്തുന്ന എൻട്രൻസ് എക്സാം ഉണ്ടാവും. അതൊക്കെ നമുക്ക് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഹൗ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ആദ്യം നമ്മൾ CUET PG എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ തലത്തിൽ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ്, ഇപ്പോൾ നമ്മൾ നീറ്റ് എക്സാം ഒക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കോമൺ ആയിട്ട് എൻട്രൻസ് നടത്തും. ആ സ്കോർ വെച്ചിട്ടാണ് പല യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നടത്തുക. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു എന്താണ് കറക്റ്റ് ആയിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റ് അല്ല, നമുക്ക് ലഭിക്കും. ആ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ പല യൂണിവേഴ്സിറ്റികളിലേക്കും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റികളും പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ത്രൂ പ്രിപ്പറേഷൻ. യെസ്, അപ്പം പ്രിപ്പറേഷൻ വേണം, അക്യുറേറ്റ് അപ്ലിക്കേഷൻ വേണം, കൗൺസിലിംഗ് പാർട്ടിസിപ്പേഷൻ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ടൊരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിട്ട്, അല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വരും. അപ്പം അത് മറുപടി പറയുന്ന രൂപത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാര്യത്തിലൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. CUET PG 2025 ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് നോക്കാം. നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ NTA ആണ് കേട്ടോ നടത്തുന്നത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇപ്പോൾ നീറ്റ് എക്സാം, മറ്റുള്ള UGC നെറ്റ് എക്സാം ഒക്കെ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വഴിയാണ് നടത്തുന്നത്. അത്ഭുതമില്ല, CUET PGയും NTA വഴി തന്നെയാണ് നടത്തുന്നത്. PG അഡ്മിഷൻ, അപ്പോൾ CUET UG കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് CUET UG ആപ്ലിക്കേഷൻ ഇനി വേറെ വരും. ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതൊരു ഓൺലൈൻ എക്സാം ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ഒരു കമ്പ്യൂട്ടർ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരിക.
open to graduates. All graduates or final year students are eligible to appear for the exam, offering a wide range of opportunities. അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു ജാലകമാണ്. ഒരു BA ഗ്രാജുവേഷൻ ആണ് CUET. BA എന്നുള്ളതല്ല, ഒരു ഗ്രാജുവേഷൻ ആണ്. BA, BSc, BCom, എനിത്തിങ്. ഇത് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം പിന്നെ ഓരോ ഓരോ കോഴ്സുകൾക്കും പ്രത്യേകമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റികളും നിശ്ചയിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ MSc മാത്തമാറ്റിക്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു BA ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് ചിലപ്പം അത് പറ്റൂല, മിക്കവാറും പറ്റൂല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടെ വെബ്സൈറ്റ് ത്രൂ, പ്രോസ്പെക്ടസ് ത്രൂ ഒക്കെ അത് പറയും. അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. Then diverse disciplines from CUET PG covers wide range of disciplines including science, arts and humanities, social science, commerce and more. അപ്പോൾ ഒരുവിധ എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് CUET എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സിംഗിൾ ടെസ്റ്റ് സ്കോർ, എ സിംഗിൾ CUET PG സ്കോർ ക്യാൻ ബി യൂസ്ഡ് ഫോർ അഡ്മിഷൻ. അപ്പോൾ നമുക്ക് ആ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് നമുക്ക് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് CUET എക്സാമിൽ കിട്ടിയിട്ടുള്ള മാർക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൗൺസിലിങ്ങുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടക്കുക. എക്സാമിനേഷൻ സ്ട്രക്ചർ ആൻഡ് മാർക്കിംഗ് സ്കീം എന്തൊക്കെയാണ്? ഒരു 90 മിനിറ്റ്സ് ആയിരിക്കും എക്സാം. 90 മിനിറ്റ്സ് പറയുകയാണെങ്കിൽ ഒരു 90 മിനിറ്റ്, 1.5 മണിക്കൂർ എക്സാം ആയിരിക്കും ഉണ്ടാവുക. 75 ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു എക്സാമിൻ്റെ അകത്ത് ചോദിക്കപ്പെടുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. മൈനസ് മാർക്ക് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ ഏതാണോ തെറ്റിക്കഴിഞ്ഞ ആൻസർ അതിന് നമുക്ക് -1, ഒരു -1 മാർക്ക് നമ്മൾക്ക് ലഭിക്കും. അപ്പൊ അത് മൊത്തത്തിൽ കണക്ക് കൂട്ടിയിട്ടായിരിക്കും നമ്മളുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു സ്കോർ നമ്മൾക്ക് ലഭിക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ CUET, നോ ഏജ് ലിമിറ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്ക് വേണമെങ്കിലും CUET പരീക്ഷ, PG പരീക്ഷ എഴുതാം എന്നുള്ളതാണ്. There is no age limit for appearing the CUET PG exam. Graduation requirement, candidate must have completed bachelor degree. തീർച്ചയായിട്ടും ഡിഗ്രി പൂർത്തിയാക്കിയ ആളോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റോ ആയിരിക്കണം. അപ്പോൾ ഡിഗ്രി തേർഡ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ നാട്ടിലുള്ള ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് നമുക്ക് BSc, BCom ഫൈനൽ ഇയർ സ്റ്റുഡൻസിനൊക്കെ CUET പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. അത് എഴുതുക തന്നെ വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള BA കോഴ്സ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഈ CUET എഴുതാതെ അപ്ലൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2025 ജൂണിലോ ജൂലൈയിലൊക്കെ നടക്കുന്ന അഡ്മിഷനിലേക്ക് അവർക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. അതിനാൽ പിന്നെ വരുന്നൊരു എൻട്രൻസ് എക്സാം പിന്നെ അടുത്ത വർഷം 2026 വരുള്ളൂ. അതായത് നമ്മുടെ ഒരു കോഴ്സ് കഴിയുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് ഈ എക്സാം എഴുതുകയും ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മളുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നോളും. ഇനി അഥവാ നമ്മളുടെ BA ഡിഗ്രി കോഴ്സിൽ നമുക്ക് ഏതെങ്കിലും പേപ്പർ ബാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ആയി പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ക്രൈറ്റീരിയ, ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയകൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ BA, ഇപ്പോൾ ഒരു BSc മാത്തമാറ്റിക്സിനാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. MSc മാത്തമാറ്റിക്സിലേക്കാണെങ്കിൽ BSc മാത്തമാറ്റിക്സ് വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു പക്ഷേ CUETന്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല എന്താണ് ഓരോ കോഴ്സിൻ്റെയും ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പോൾ ഓരോ വെബ്സൈറ്റ്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്, നമ്മൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കോഴ്സിന് ഏത് കോഴ്സാണ് നമ്മൾ ഡിഗ്രി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്ലിക്കേഷൻ പീരീഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്ലിക്കേഷൻ പീരീഡ് എപ്പോഴാണ് ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു. ജനുവരി 2 മുതൽ ഓപ്പൺ ആയി, ഫെബ്രുവരി 1 വരെ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഒരു 10 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ, സ്കൂളുകൾ, കോളേജുകളിലോ ഒക്കെ ആയിട്ട് CUET എഴുതാതെ അപ്ലൈ ചെയ്യാതെ ഇതിനെക്കുറിച്ച് എന്താണ് CUET എന്ന് അറിയാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടി നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മാർച്ച് 13 എക്സാം നടന്നിരിക്കും, ഓൺലൈൻ ആപ്ലിക്കേഷൻ. പിന്നെ ഓരോ ഡേറ്റുകൾ പിന്നെ വരുന്ന ഓരോ ഡേറ്റുകളിലായിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പ്രൊസീജിയർ, ഓൺലൈൻ ആപ്ലിക്കേഷൻ, അത് ആ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികൾ പല സമയങ്ങളിലായിട്ട് വിളിക്കും. ഉദാഹരണത്തിന് HUലേക്കുള്ള ഒരു അഡ്മിഷൻ ആണെങ്കിൽ അവർ പറയും, ഓക്കെ ഞങ്ങൾ അഡ്മിഷൻ വിളിക്കാൻ പോവുകയാണ്, സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം.
എന്ന് വെച്ചിട്ട് ഉദാഹരണത്തിന് ഞാനിപ്പം HCU ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാനൊരു MA എക്കണോമിക്സ് കോഴ്സിന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ എക്കണോമിക്സ് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളെ വെച്ചിട്ടായിരിക്കും അവർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അതായത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും MA എക്കണോമിക്സ് പല യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇവരെ എടുക്കില്ല. കാരണം പ്രധാനമായിട്ട് HCUലേക്ക് ആരൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അപ്ലിക്കേഷൻ സോർട്ട് ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൽ COET സ്കോർ ആർക്കാണ് കൂടുതലുള്ളത്, ആ കൂടുതൽ ഇപ്പോൾ ഒരു 30 സീറ്റാണ്, ആ കൂടുതലുള്ള 30 പേർക്ക് അവർ അഡ്മിഷൻ കൊടുക്കും. ഇനി ആ 30 പേരിൽ അല്ലെങ്കിൽ ആ ഒരു 40 പേരിൽ ആൾക്കാർ ഒരു 5-6 ആൾക്കാർ നമ്മൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ സപ്ലിമെന്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ആ ഒരു കോട്ട, ഒരു 30 സീറ്റുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ 30 സീറ്റ് കോട്ട ആവുന്നത് വരെ ഏതാണ്ടൊക്കെ അവർ സപ്ലിമെന്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർക്കും ഫസ്റ്റ് ലിസ്റ്റ് ഇടുന്ന സമയത്ത്, അതിന്റെ ഫസ്റ്റ് ലിസ്റ്റ് ഇടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചിലപ്പം അഡ്മിഷൻ കിട്ടാതായി പോകാറുണ്ട്. പലപ്പോഴും അതോടുകൂടി തന്നെ നമ്മൾ ഏതെങ്കിലും നാട്ടിലുള്ള കോളേജുകളിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാട്ടിൽ തന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഒക്കെ പരിശോധിക്കുകയും അവിടെയൊക്കെ ജോയിൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു സപ്ലിമെന്ററി ലിസ്റ്റുകൾ 2, 3, 4 സപ്ലിമെന്ററി ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ HCU കൊടുത്തിട്ടുള്ള ഒരു കുട്ടീനെ DUലോ അല്ലെങ്കിൽ IFLUലോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയോ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ കൊടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ആൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത്രയും സീറ്റുകൾ പിന്നെയും വേക്കന്റ് വരും. അപ്പൊ അതിനനുസരിച്ച് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ള കൗൺസിലിംഗ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതിനും കൂടി വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ഒരു ശ്രമം നമ്മൾ അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇപ്പോ നമ്മുടെ ഒരു എന്താ അഡ്മിറ്റ് കാർഡ് വരുന്നു, എക്സാം നടത്തുന്നു, ഇതൊക്കെ ഏതാണ്ടൊക്കെ നമ്മുടെ എല്ലാ നാട്ടിലുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകളെ പോലെയൊക്കെ തന്നെ സെയിം ഒക്കെ തന്നെയാണ്. COET, benefit of COET, COET creates a single platform for PG admission across various central universities and some state universities also. And say central universities, state universities and some other premier institutes also. കാരണം ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പോലും COET വഴി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രധാനം ഇതിന്റെ COET ഈ PG എക്സാമിന് ഏറ്റവും വലിയൊരു പ്രാധാന്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു COET PG പരീക്ഷ അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ പോകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 150-ൽ അപ്പുറമാണ്. അതായത് ഒരാൾക്ക് ബൈ മിസ്റ്റേക്ക് കൊണ്ട് COET അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് ആയിക്കോട്ടെ, JNUയിലേക്ക് ആയിക്കോട്ടെ, ജാമ്യയിലേക്കാവട്ടെ, വേറെ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും ആ കുട്ടിക്ക് അഡ്മിഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ COET പരീക്ഷ അപ്ലൈ ചെയ്യുകയും പരീക്ഷ കൃത്യസമയത്ത് എഴുതുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പണ്ട് അങ്ങനെയില്ലായിരുന്നു. ഓരോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരീക്ഷയായിരുന്നു. അതുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു സൗകര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ എക്സാം എഴുതിയാൽ മതി എന്നുള്ളതുണ്ട്. പക്ഷെ ആ എക്സാം മിസ്സായി കഴിഞ്ഞാൽ, സ്കിപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം നമ്മൾ പിന്നെയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സിംപ്ലിഫൈഡ് പ്രോസസ്സ്, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സുഖം. ഒറ്റ എക്സാം എഴുതിയാൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നായിട്ട് നമ്മൾ നടക്കേണ്ടതില്ല. കുറച്ച് അധ്വാനം കുറയും. നന്നായിട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് ഒറ്റ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. അഥവാ ആ പരീക്ഷ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടും ബാധിക്കും. സോ ഇത്ര തന്നെ എൻ്റെ ഒരു സ്ലൈഡിൽ ഞാൻ കുറച്ചും കൂടി ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി പ്രധാനമായിട്ട് ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ കൂടുതൽ പരിചയപ്പെടുത്തണമെങ്കിൽ ഞാൻ Q&A സെഷനിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരാം എന്ന് തോന്നുന്നു. പ്രധാനമായിട്ട് ഞാൻ എന്നാലും ഒന്നുകൂടി എണ്ണി പറഞ്ഞു തരാം. നോർത്ത് സൗത്തിലേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് COET ഒക്കെ വഴി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് JNU, ഏറ്റവും പ്രധാനമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ പലപ്പോഴും നമുക്ക് പല സൂചികകൾ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. കൂടാതെ പിന്നെ ഡൽഹി തന്നെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, പിന്നെ താഴെ വരുന്നതനുസരിച്ച് പിന്നെ കുറച്ചും കൂടി UPയിലേക്ക് ഉത്തർപ്രദേശിലേക്ക് പോകുന്ന സമയത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, BHU ആൻഡ്
അലഹബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. പിന്നെ കുറച്ചും കൂടി സൗത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഹബ്ബ് എന്ന് പറയുമ്പോൾ ഹൈദരാബാദാണ്. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഉണ്ട്, HCU ഉണ്ട്. പിന്നെ പൊതുവെ ഏറ്റവും സൗത്തിലേക്ക് വരുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഗുൽബർഗ്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ തമിഴ്നാട്, ഒഡീഷ, ബീഹാർ, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ, ഇതിനൊക്കെ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെതായിട്ടും ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതാണ് കുറച്ചുകൂടി മെച്ചമുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് അവിടെ പഠിച്ചിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു MA ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, MA പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളൊരു കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സോഷ്യൽ ഒരു ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ അലിഗഡ് യൂണിവേഴ്സിറ്റി നോക്കണം, അല്ലെങ്കിൽ JNU പോലുള്ള കോഴ്സ് യൂണിവേഴ്സിറ്റികൾ നോക്കണം. സോഷ്യോളജി ആണെങ്കിൽ JNU നോക്കണം. ഇത്തരത്തിൽ ഒരുപാട് പല കോഴ്സുകൾക്കനുസരിച്ച് പല യൂണിവേഴ്സിറ്റികളുടെയും, ഒരു യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ലതാണ് എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സ് വളരെ നല്ലതാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ലതാവണം എന്നില്ല. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു യൂണിവേഴ്സിറ്റിന്റെ ഒരു അവസ്ഥ പൊതുവെ വലിയൊരു ഒരു പേരൊന്നും കേൾക്കാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്ന ചില യൂണിവേഴ്സിറ്റികളിൽ പോലും ചില നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ചില കോഴ്സുകൾ അവിടെ നന്നായിട്ടുണ്ടാവും. അപ്പം ഇതിന് കറക്റ്റായിട്ട് നല്ല റിസർച്ച് തന്നെ ആവശ്യമുണ്ടാവും. നമുക്ക് ഈ ഒരു Q&A സെഷനിൽ പോലും നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏത് കോഴ്സിന് മുതലായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാനത് പറ്റില്ല, കാരണം അത്രയും യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. സോ നമുക്ക് അവിടെ പഠിച്ചു വരുന്ന ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സ്റ്റുഡൻസിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഈ Q&A സെഷനിലേക്ക് നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു അല്ലേ?